ഞാൻ എന്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്തും വിളിച്ചു പറയുകയാണ്, അടിസ്ഥാനമില്ലാത്ത കാര്യം പറയുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സ്വാധീകരിക്കാൻ എനിക്ക് എന്ന് പറയേണ്ടി വന്നു. അതല്ലാതെ ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്റെ കേസ് ബിൽഡ് ചെയ്തല്ല. ഇത് മാത്രമല്ല, ഞാൻ എത്ര ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ പറയുന്നത്. ലൈഫ് മിഷൻ എന്ന് പറയും, നിങ്ങൾ വളരെ വേദനയോടുകൂടി ഇവിടുത്തെ വീടില്ലാത്തവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അതിനു വേണ്ടി വന്ന 20 കോടി രൂപ അടിച്ചോണ്ട് പോയിട്ട് അതിനെക്കുറിച്ച് ഇന്നു വരെ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിച്ചു? നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. അങ്ങ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും അങ്ങ് ഭരിക്കുന്ന വിജിലൻസ് വകുപ്പും ഇന്ന് 2020 മുതൽ അന്വേഷിച്ചിട്ട് ഈ കേസിൽ ഇന്നു വരെ ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെയാ? നിന്റെ ആ ചടപരത്തി തള്ളിയില്ലേ ഈനാമ്പേച്ചി മറിയ, അതിനെയൊക്കെ കെട്ടിയ ഇതുപോലത്തെ സാധനല്ലേ പ്രതീക്ഷിക്കണ്ടു. അത് കാണിക്കുന്നത് നിങ്ങൾ ആസൂത്രിതമായി ഡിസൈൻ ചെയ്ത ഈ അഴിമതി നടപ്പിലാക്കാൻ വേണ്ടി. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അങ്ങയുടെ അധികാര ദുർവിനിയോഗം നടത്തി അധികാരം പ്രയോഗിച്ച് ലൈഫ് മിഷന്റെ ചെയർമാനായ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ആ ലൈഫ് മിഷന് വേണ്ടി വന്ന 1 കോടി രൂപ അങ്ങെന്തിനാണ് ഇവിടെ അങ്ങ് ഉദ്ധരിച്ച 52 അനുസരിച്ച് തന്നെ അതിൽ 5-ാമത്തെ പറയുന്നത് പ്രമേയത്തിൽ വാദങ്ങളോ അഭ്യൂഹങ്ങളോ വ്യാജോക്തികളോ ആരോപണങ്ങളോ അപകീർത്തികരമായ പ്രസ്താവനകളോ ഉണ്ടായിരിക്കാൻ പാടില്ല. സർ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ വ്യാജോക്തികള്, ആരോപണങ്ങള്, അപകീർത്തികരമായ പ്രസ്താവനകള് അത് അങ്ങും കേൾക്കുന്നുണ്ടാവുമല്ലോ. അതോടൊപ്പം തന്നെ പറയാണ്, വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയെയോ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല. സർ, ഇതെല്ലാം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. വിരുദ്ധമായി എന്തും പറയാൻ തനിക്ക് അവകാശമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരാഗ്രഹിക്കുന്ന പറയാൻ വേണ്ടിയിട്ടല്ല, ഞാനിവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന് എന്റെ നിയോജകമണ്ഡല ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയച്ചത് കേരളത്തിലെ സാമാന്യ ജനത്തിന് പറയാനുള്ളത്. മുഖത്ത് എന്ത് ദുരാരോപണമാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കണമെങ്കിൽ അങ്ങ് കോടതിയെ ചലഞ്ച് ചെയ്യണം. അതിനെന്റെ അഭിപ്രായം മേടിക്കേണ്ടതില്ല.